Good morning, students. Our today's topic is recent trends in management report. ഇപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ള പുതിയ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ മാനേജ്മെൻറ്റ് റിപ്പോർട്ടിങ്ങിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ മാനേജ്മെൻറ്റ് റിപ്പോർട്ടിങ്ങിൽ ഇപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ട്രെൻഡ്സാണ് ഇതിൽ വരുന്നത്. അതിൽ എല്ലാ പോയിൻറ്റ്സൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത്യാവശ്യമുള്ള പോയിൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ നോക്കാം. റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻറ്റ് റിപ്പോർട്ടിംഗ് ഒരു 10ഓളം ട്രെൻഡ്സ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ക്യാഷ് ഫ്ലോ റിപ്പോർട്ടിംഗ് ഇൻ AS 7. SEBI had issued a directive to all recognized stock exchange to include a requirement of providing for cash flow information as a part of listing agreement. മാനേജ്മെൻറ്റ് റിപ്പോർട്ടിങ്ങിലെ പ്രധാനപ്പെട്ട ഒരു ട്രെൻഡാണ് ക്യാഷ് ഫ്ലോ റിപ്പോർട്ടിംഗ്. ക്യാഷ് ഫ്ലോ റിപ്പോർട്ടിംഗ് മീൻസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യൂലേ, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യൂലേ, അതിൻ്റെ കൂടെ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ റിപ്പോർട്ട്സും കൂടി എല്ലാ കമ്പനികളും പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് പുതിയ സെബിയുടെ പുതിയ ഗൈഡ് ലൈൻസ് ആണ്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളാകുമ്പോൾ അവർ എന്ത് ചെയ്യണം, പിന്നെ അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യണം, ഒരു ക്യാഷ് ഫ്ലോ ഇൻഫർമേഷനും കൂടി എഗ്രിമെൻറ്റ് ക്യാഷ് ഫ്ലോ ഇൻഫർമേഷനും കൂടി സബ്മിറ്റ് ചെയ്യണം ഫോർ ലിസ്റ്റിംഗ് പർപ്പസ്. അതാണ് ഫസ്റ്റ് ട്രെൻഡ്. ക്യാഷ് ഫ്ലോ റിപ്പോർട്ടിംഗ് ഇൻ AS 7 ആണ്. AS 7 പ്രകാരമാണ് ക്യാഷ് ഫ്ലോ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് ഇൻ AS 108 ആണ്. As per Ind AS 108, large companies who operate in multiple business segments should disclose segment-wise information with financial statement. ഇത് മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ഏരിയയിൽ അവർ പ്രൊഡക്ഷൻ നടത്തുന്നു. പല രീതിയിലുള്ള കമ്പനികളുണ്ടാവും അല്ലേ. ഒരു പാരൻറ്റ് കമ്പനിയും കുറേ അഡീഷണൽ കമ്പനീസും ആണ് ഉണ്ടാവുക അല്ലേ. ആ സമയത്ത് ഇവരുടെ ഓവറോൾ പ്രോഫിറ്റ് കണക്കാക്കുന്ന സമയത്ത് ഇതിൻ്റെ സെഗ്മെൻറ്റ് വൈസ് ആയിട്ടുള്ള റിപ്പോർട്ട്, ഇന്ന സെഗ്മെൻറ്റിൽ നിന്ന് ഇത്ര പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഇന്ന സെഗ്മെൻറ്റിൽ ഇന്ന ഇത്ര കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ള ആ ഒരു സെഗ്മെൻറ്റ് വൈസ് റിപ്പോർട്ടിങ്, അതായത് ഓരോ സെഗ്മെൻറ്റിൻ്റെയും പ്രത്യേക റിപ്പോർട്ടുകൾ ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് സെബിയുടെ ഗൈഡ് ലൈൻസ്. അതിന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പറയുന്നത് ഇന്ത്യ AS 108 പ്രകാരമാണ്. പിന്നെ IFRS ആണ്. IFRS നിങ്ങൾ പഠിച്ചതാണ്, സബ്ജക്റ്റിൽ നിങ്ങൾ പഠിച്ചതാണ്, അക്കൗണ്ടിങ്ങിൽ പഠിച്ചതാണ് അല്ലേ. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം യൂസിങ് IFRS, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ്സൊക്കെ നിങ്ങൾ മൊത്തം പഠിച്ചു കഴിഞ്ഞാണ്, അപ്പോൾ അത് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. IFRS മീൻസ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം ആണ്. ദെൻ നെക്സ്റ്റ് ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ഇഷ്യൂഡ് ഇൻ ബിറ്റ്വീൻ ദി ഡേറ്റ്സ് ഓഫ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കോൾഡ് ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സാധാരണ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്താണ്, ഇയർ എൻഡിങ്ങിലാണ് അല്ലേ, ഇയർലി ആയിട്ടുള്ള ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യുക. അത് കൂടാതെ എന്താണ്, ചിലപ്പോൾ മന്ത്ലി, ചിലപ്പോൾ ക്വാർട്ടർലി ഓർ ഹാഫ് ഇയർലി ആയിട്ട് അവരുടെ റിപ്പോർട്ട്സ് ഇടയ്ക്കിടയ്ക്ക് പ്രിപ്പയർ ചെയ്യും. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഓർഗനൈസേഷൻസ് കൂടുതൽ എഫിഷ്യൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ഈ ഓർഗനൈസേഷൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്താണെന്ന് പറഞ്ഞാൽ റിപ്പോർട്ട്സ് പ്രിപ്പയർ ഇൻ ബിറ്റ്വീൻ 2 ബാലൻസ് ഷീറ്റ് ഡേറ്റ്സ് ആണ്. അതായത് 2 ബാലൻസ് ഷീറ്റ് ഡേറ്റിന് ഇടയിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിനാണ് ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുക. ദെൻ വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്. വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെൻറ്റിൽ ഓർഗനൈസേഷൻ്റെ എക്കണോമിക് വാല്യൂ ആഡ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അത് വോളണ്ടറി ആണ്. വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ എക്കണോമിക് വാല്യൂ ആഡ് ചെയ്യുന്ന രീതിയിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതാണ്, നിലവിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് ഇൻ അഡീഷണൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ട്രെൻഡ്. വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ റിപ്പോർട്ടിംഗ്, സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ്, IFRS, ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെൻറ്റ്. The next corporate governance report. The SEBI Code of Corporate Governance requires listed company to include a separate section of corporate governance in their annual reports. അപ്പോൾ ആനുവൽ റിപ്പോർട്ട്സിൻ്റെ കൂട്ടത്തിൽ കോർപ്പറേറ്റ് ഗവേണൻസിനെ പറ്റിയുള്ള ഒരു റിപ്പോർട്ടും കൂടി അവർ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് സെബിയുടെ പുതിയ ഗൈഡ് ലൈൻസ്. പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സിൻ്റെ കൂടെ എന്തും കൂടി ആഡ് ചെയ്യുക, ഓർഗനൈസേഷൻ്റെ കോർപ്പറേറ്റ് ഗവേണൻസ്, ഏതൊക്കെ രീതിയിലാണ് കോർപ്പറേറ്റ് ഗവേണൻസ് ഓർഗനൈസേഷനുള്ളിൽ അണ്ടർടേക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ റിപ്പോർട്ടും കൂടി ഓർഗനൈസേഷൻസ് ആഡ് ചെയ്യണം എന്നുള്ളതാണ് നെക്സ്റ്റ്.
ദെൻ ബിസിനസ് റെസ്പോൺസിബിലിറ്റി റിപ്പോർട്ട്. ബിസിനസ് റെസ്പോൺസിബിലിറ്റി നിങ്ങൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ടേമൊക്കെ കേട്ടിട്ടുണ്ടാകും. അതായത് എല്ലാ കമ്പനികളും മൾട്ടിനാഷണൽ കമ്പനീസ് ആയാലും അല്ല സാധാ കമ്പനീസ് ആയാലും അവർക്ക് എന്താണ്, ദർ ഹാവ് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഓർഗനൈസേഷൻസ് എങ്ങനെയാണ് അവരുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മീറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മീറ്റ് ചെയ്യാൻ അവർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് പബ്ലിക്കിനെ അറിയിച്ചാൽ മാത്രം പോരാ. എന്ത് വേണം, അതിന് കൃത്യമായിട്ടുള്ളൊരു റിപ്പോർട്ട് ഉണ്ടാവണം. ആ റിപ്പോർട്ടും കൂടി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം എന്നുള്ളതാണ് പുതിയ മാനേജ്മെൻറ്റ് റിപ്പോർട്ടിങ്ങിൻ്റെ പുതിയ ട്രെൻഡായിട്ട് വരുന്നത്. അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CR എന്നുള്ള ടേം തന്നെ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റി കാണിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് ബിസിനസ് റെസ്പോൺസിബിലിറ്റി റിപ്പോർട്ട്. ദെൻ എൻവിയോൺമെൻറ്റൽ റിപ്പോർട്ടിംഗ്. എൻവിയോൺമെൻറ്റൽ റിപ്പോർട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് അധികം അറിയാം ഇപ്പോഴത്തെ ബിസിനസ്സൊക്കെ എക്കോ ഫ്രണ്ട്ലി ബിസിനസ്സാണ് അല്ലേ. സം കമ്പനീസ് പബ്ലിക്ലി ഡിസ്ക്ലോസ് ദിയർ എൻവിയോൺമെൻറ്റൽ പെർഫോമൻസ് ഇൻഫർമേഷൻ കമ്പയറബിൾ ടു ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ഇൻഫോർമേഷൻ. അപ്പോൾ ഈ എൻവിയോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ ജസ്റ്റ് എന്താണ് അതിൻ്റെ ഒരു റിപ്പോർട്ടും കൂടി ഓർഗനൈസേഷൻ, അതായത് ഓർഗനൈസേഷൻ്റെ എക്കണോമിക് വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ സ്ട്രാറ്റജീസാണ് അതൊക്കെ. അപ്പോൾ എൻവിയോൺമെൻറ്റൽ റിപ്പോർട്ടിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് വെർട്ടിക്കൽ ഫോം ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ സാധാരണയുള്ള 2 സൈഡ് ബാലൻസ് ഷീറ്റും ആ ഒരു ഫോം ഇപ്പോൾ പല കമ്പനീസും അത് ഡിസ്കാർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അവർ പുതിയ രീതിയിൽ വെർട്ടിക്കൽ ഫോമുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ബാലൻസ് ഷീറ്റൊക്കെ നമ്മൾ ഡബിൾ സൈഡ് ഉള്ളത് ഇപ്പം ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെർട്ടിക്കൽ ഫോമിലാണ് വരുന്നത്. അപ്പോൾ റിപ്പോർട്ടിങ്ങിൻ്റെ സിസ്റ്റം പുതിയ ട്രെൻഡ് എന്താണ്, അത് വെർട്ടിക്കൽ ഫോമിലേക്ക് ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ് പുതിയ ട്രെൻഡ്, വെർട്ടിക്കൽ ഫോം ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. The next, use of charts, graphs and diagrams. While reporting the accounting information, nowadays many companies use charts, graphs and diagrams. This attracts the attention of the users more quickly and ഫോസിബിളി. അപ്പോൾ ചാർട്ട്, അതായത് നമ്മൾ സാധാരണ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾ കൃത്യമായിട്ട് നോക്കും, പക്ഷേ അതൊരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനൊക്കെ വെച്ചിട്ട് പ്രോഫിറ്റ് ഹൈക്ക് ചെയ്തു അല്ലെങ്കിൽ ലോ ആയി അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു സെയിൽ ഇത്ര ടാർജറ്റ് കടന്നു എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ നല്ല ഒരു ഗ്രാഫിൻ്റെയും ചാർട്ടിൻ്റെയോ അല്ലെങ്കിൽ ആനിമേഷൻ പിക്ചേഴ്സിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി ആകുമ്പോൾ ആളുകൾ കുറച്ചുകൂടി അത് അട്രാക്റ്റീവായിട്ട് മാറും അല്ലേ. അപ്പോൾ റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിലെ പുതിയ ട്രെൻഡാണെന്ത്, ഈ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, യൂസിങ് ദീസ് ചാർട്ട്സ്, ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രാംസ് ഫോർ ദി അട്രാക്ഷൻ ഓഫ് ദി ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ ഇത്രയാണ് റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻറ്റ് റിപ്പോർട്ടിംഗ്. അതിന് നമുക്ക് എടുക്കാനുള്ള പാർട്ട് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും യൂസസും ലിമിറ്റേഷൻസും ആണ്. ആ ഒരു പാർട്ടും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന് കഴിയും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പോൾ റീസെൻറ്റ് ട്രെൻഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. ക്യാഷ് ഫ്ലോ റിപ്പോർട്ടിംഗ്, സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ്, IFRS, ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെൻറ്റ്, കോർപ്പറേറ്റ് ഗവേണൻസ് റിപ്പോർട്ട്, ബിസിനസ് റെസ്പോൺസിബിലിറ്റി റിപ്പോർട്ട്, എൻവിയോൺമെൻറ്റൽ റിപ്പോർട്ടിംഗ്, വെർട്ടിക്കൽ ഫോം ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, യൂസ് ഓഫ് ചാർട്ട്സ്, ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രാംസ്. ഓക്കെ, താങ്ക് യു. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം.